കോടമഞ്ഞിൽ പുതച്ച് പാൽച്ചുരം. തണുത്ത കാറ്റ് മുന്നിലൂടെയും പിന്നിലൂടെയും വന്ന് കണ്ണുപൊത്തുന്ന കോടമഞ്ഞ് ഏത് സഞ്ചാരിയുടെയും സ്വപ്ന ലക്ഷ്യങ്ങളിലൊന്ന്. അതിനൊപ്പം ചാറ്റൽ മഴ കൂടി പെയ്താലോ? കോടമഞ്ഞിനടിയിലൂടെ അരിച്ചെത്തുന്ന വാഹനങ്ങളുടെ ലൈറ്റുകൾ പാൽച്ചുരത്തെ റോഡിൽ പതിക്കുമ്പോൾ വെട്ടിത്തിളങ്ങുകയാണ്. മഴക്കാല ടൂറിസത്തിന് ഏറെ അനുയോജ്യമായ പാൽച്ചുരത്തെ അധികൃതർ അവഗണിക്കുമ്പോൾ ഒരു നാടിന്റെ ടൂറിസത്തെയാണ് പിന്നോട്ടടിക്കുന്നത്. കോടമഞ്ഞിന് പുറമെ പാൽച്ചുരത്തെ മറ്റൊരു ദൃശ്യഭംഗിയാണ് വെള്ളച്ചാട്ടങ്ങൾ. മഴക്കാലത്ത് പാൽച്ചുരം റോഡിലൂടെ സഞ്ചരിച്ചാൽ ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ കാണാം. ഹെയർപിൻ വളവുകൾക്ക് ഇരുവശമുള്ള പച്ചപ്പും മുത്തുകൾ പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും പാൽച്ചുരത്തെ അതിമനോഹരമാക്കുകയാണ്. പാൽച്ചുരം റോഡിനെ വകഞ്ഞു മാറ്റിയൊഴുകുന്ന ചെറു അരുവികളും കോടമഞ്ഞും ചാറ്റൽ മഴയും സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ്. ടൂറിസത്തിന് നിരവധി സാധ്യതകളുള്ള പാൽച്ചുരത്തെ അധികൃതർ അവഗണിക്കുന്നതായി നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. നമ്മുടെ ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ വനം വകുപ്പോ അല്ലെങ്കിൽ പഞ്ചായത്തും കൂടി ഇതിനൊരു പ്രോത്സാഹനം നടത്തിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസം മേഖലയായി കൊട്ടിയൂരിനെ മാറ്റാൻ നമുക്ക് കഴിയും. അതിന് ഉള്ള അനന്ത സാധ്യതകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ ദർശിക്കാവുന്നതാണ്. പക്ഷേ ഇതൊന്നും ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ നമ്മുടെ ഭരണാധികാരികളോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തോ അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം വകുപ്പോ വനം വകുപ്പോ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ മ്ലേച്ഛകരമായ ഒരു സത്യമാണ്. അത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ കേരളത്തിലെ തന്നെ നമ്പർ 1 ടൂറിസം മേഖലയായി കൊട്ടിയൂരിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്നാൽ സഞ്ചാരികളുടെ മനം കവരുന്ന കാഴ്ചകൾ സമ്മാനിക്കുകയാണ് പാൽച്ചുരം. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം.